ചേലക്കരയിലെ LDF വിജയത്തെ തടയാൻ UDFന്റെ ശക്തമായ പ്രചാരണത്തിനും കഴിഞ്ഞില്ല. ജനകീയനായ UR പ്രദീപ് 2016 മുതൽ 5 വർഷം നിയമസഭയിൽ ചേലക്കരയെ പ്രതിനിധീകരിച്ചിരുന്നു. MLA ആയിരിക്കെ നടത്തിയ വികസന പ്രവർത്തനങ്ങളും UR പ്രദീപിന്റെ വിജയത്തിന് വഴിയൊരുക്കി. രാഷ്ട്രീയത്തിനപ്പുറം ചേലക്കര മണ്ഡലത്തിലെ ജനങ്ങളുമായി വ്യക്തിബന്ധമുള്ള നേതാവാണ് UR പ്രദീപ്. 2016 മുതൽ 2021 വരെ 5 വർഷം ചേലക്കരയുടെ MLA ആയിരുന്നു അദ്ദേഹം. ചേലക്കര MLA ആയിരിക്കെ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ മാതൃക തന്നെ UR പ്രദീപ് സൃഷ്ടിച്ചു. പ്രളയകാലത്ത് രാവും പകലുമില്ലാതെ ഓടി നടന്ന ജനപ്രതിനിധി. ഇതെല്ലാം വ്യക്തമായി അറിയാവുന്ന ചേലക്കരയിലെ വോട്ടർമാർ ഒറ്റക്കെട്ടായി UR പ്രദീപിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. താഴെ സർക്കാർ വിരുദ്ധത ഇല്ല. ഇവിടെ ചേലക്കരയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ചേർത്ത് പിടിച്ച ഒരു ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കപ്പെട്ടത്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ചേലക്കരക്കാർക്ക് വിശ്വാസമാണ്. ഞങ്ങൾ കൂടെ നിന്നിട്ടുണ്ട്, ഇനിയും നിൽക്കും. ചേലക്കര മണ്ഡലത്തിലെ ദേശമംഗലം ഗ്രാമത്തിൽ പാളൂർ തെക്കേപ്പുറയ്ക്കൽ പരേതരായ രാമന്റെയും ശാന്തയുടെയും മകനായി ജനിച്ച പ്രദീപ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും BBA ബിരുദവും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദാനന്തര ബിരുദ ഡിപ്ലോമയും നേടിയിട്ടുണ്ട്. പിന്നീട് 1997 മുതൽ CPIMന്റെ സജീവ പ്രവർത്തകനായി. 2000 മുതൽ 2005 വരെ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചു. ഈ കാലഘട്ടത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ദേശമംഗലം നേടി. 2009 മുതൽ 2011 വരെ ദേശമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായിരുന്നു. 2014 ദേശമംഗലം പഞ്ചായത്ത് ഭരണസമിതി അംഗമായി. ഇതിനിടെയാണ് 2016 ചേലക്കരയുടെ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് 2022 മുതൽ സംസ്ഥാന പട്ടികജാതി വർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത ശേഷം നഷ്ടത്തിലായിരുന്ന കോർപ്പറേഷനെ വൻ ലാഭത്തിലേക്ക് ഉയർത്താനും UR പ്രദീപിന് സാധിച്ചു. പിന്നീട് പാർട്ടി നിർദ്ദേശപ്രകാരം പട്ടികജാതി വർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞാണ് ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥിയായത്. പ്രദീപിന്റെ തിരക്കേറിയ പൊതുപ്രവർത്തനത്തിന് ഊർജം പകർന്ന ഭാര്യ പ്രവിശ്യയും മക്കളായ കാർത്തിക്, കീർത്തന എന്നിവരും ഒറ്റക്കെട്ടായി ഒപ്പമുണ്ട്. UR പ്രദീപ് എന്ന വ്യക്തിയെ നേരിട്ടറിയാവുന്ന വോട്ടർമാർ UDFും BJPയും നടത്തിയ എല്ലാ കുപ്രചരണങ്ങളെയും തള്ളിക്കളഞ്ഞാണ് അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയത്. ചേലക്കരയിൽ നിന്നും ക്യാമറാമാൻ അഖിലേഷ് കുടുംബിനൊപ്പം തിയോഫിൻ, കൈരളി ന്യൂസ്.